ഹായ്, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോഴേ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട്, ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നില്ല, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജീവിതശൈലി രോഗമല്ലേ. അതിലേറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് ഷുഗറാണ്. ഷുഗർ നമ്മളെ ബുദ്ധിമുട്ടിക്കും. ബി പിയും അങ്ങനെ തന്നെയാണ്, കൊളസ്ട്രോളും ഒക്കെ അങ്ങനെ തന്നെയാണ്. എങ്കിലും ഷുഗറാണ് നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരാൾ നന്നായിട്ട് നല്ല കനമൊക്കെ ഉണ്ട്, വെയിറ്റൊക്കെ ഉള്ള ഒരാൾ പെട്ടെന്ന് ക്ഷീണിച്ചാൽ പറയും, ഓ ഷുഗർ പിടിച്ചു, യോ കഷ്ടം ഷുഗർ പിടിച്ചു എന്നാണ് നമ്മൾ പറയുന്നത് സാധാരണ അല്ലേ. അപ്പം നമുക്ക് ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ഒരു അസാധാരണമൊന്നുമല്ല, ഒരു സാധാരണ പാനീയമുണ്ടാക്കാം. ഇത് നിങ്ങളെന്നും രാത്രി കഴിച്ചോളൂ. ഇത് ഡോക്ടർ പറഞ്ഞതാണ്. ആയുർവേദ ആചാര്യന്മാരിൽ ആരോടൊപ്പം നിന്ന ഡോക്ടർ പറഞ്ഞു തന്നതാണ്. പിന്നെ സ്ഥിരം കഴിക്കാൻ പറഞ്ഞത്. എനിക്ക് ഷുഗർ കൂടുതലാണ്, എനിക്ക് ഷുഗർ നല്ല കൂടുതലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഷുഗർ കഴിക്കുന്ന ആൾക്കാരോട് പറഞ്ഞതാണ്. ഞാൻ പായസമൊക്കെ കുടിക്കുമായിരുന്നു, ഐസ്ക്രീം കഴിക്കുമായിരുന്നു. അല്ലാതെ ഞാനങ്ങനെ ഐസ്ക്രീമൊക്കെ ഡെയിലി ഐസ്ക്രീം കഴിക്കുന്നു, ഡെയിലി പായസം കുടിക്കുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും കൂടിയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഷുഗർ കടുത്തു. അത് നമ്മുടെ മാനസിക സംഘർഷങ്ങൾ മൂലവും ഉണ്ടാവാം, അങ്ങനെയൊക്കെ. പക്ഷേ പാരമ്പര്യമായിട്ട് അത് ഉണ്ടാകുന്നതാണല്ലോ ഷുഗർ. അപ്പോൾ ഈ ഷുഗറിനെയും ബി പിയെയും നമ്മുടെ ഹൃദ്രോഗം ഹാർട്ടിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംഭവമാണേ. നമുക്ക് നോക്കാമേ അതെന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. പോളിയാണ്, നമ്മൾ കഴിച്ച അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെറുത്, ഏറ്റവും ചെറിയ സൈസ് 400 ഗ്രാമാണ് ഇതിന്റെ വലിപ്പം. ഉറക്കെ പറഞ്ഞോ, മഴയാണ്. 400 ഗ്രാം ഭാരമുള്ള ഒരു തടിയങ്ക. അത് നമുക്ക് 3 പേർക്ക് 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ ഇത് മതി. ഓക്കെ, അപ്പൊ ചെത്തി വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാമേ. ഇത് വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് അല്ലേ? അതെ, എല്ലാവരും വിചാരിക്കും തടിയങ്കയിൽ എന്ത് ജ്യൂസ് അടിക്കാൻ എന്ന്. ഈ ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ബി പി പേഷ്യൻസ്, നല്ല ഉറക്കം കിട്ടാൻ ഒക്കെ ഉള്ളവരെല്ലാവരും ഇത് അനുവർത്തിക്കുക കേട്ടോ. ഹായ്, പുറത്ത് നല്ല മഴയാണ്. നമ്മൾ ഉറക്കെ പറയണം, മൈക്കൊന്നും വെച്ചിട്ടില്ല, അതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ചെത്തി എടുത്തിട്ട് നമുക്ക് കാണാവേ. സത്യം പറഞ്ഞാൽ ഇതിന് ഫലം ഉണ്ടാവും. നിങ്ങളത് ചെയ്തു നോക്കണം. അല്ലെങ്കിലും പച്ചക്കറികൾ എങ്ങനെ നന്നായി വൃത്തിയായി പച്ചക്കറികൾ എങ്ങനെ കഴിച്ചാലും നമുക്ക് ഫലം ഉണ്ടാവും. നമ്മുടെ ഹാർട്ടിന്, നമ്മളുടെ എന്താണ് വൃക്കയ്ക്ക്, നമ്മളുടെ കരളിന്, അങ്ങനെ എല്ലാം നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് വെജിറ്റബിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. മഴയുടെ ആരവം കാരണം നല്ലപോലെ കാണത്തില്ല. ഉറക്കെ പറയണേ. മഴ നല്ലപോലെ ചെത്തി വൃത്തിയാക്കിയ തടിയങ്ക. ഡോക്ടർ പറഞ്ഞു തന്നതാണേ. ഇനി ഞാനിതൊന്ന് ഇനി ഓടിക്കൂടെയല്ല, ഇങ്ങനെ ഓടിക്കൂടെ. കൂടെ കഴുകി അതിന്റെ കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുറിക്കും. ഇതിനെ മുറിച്ച് ഇങ്ങനെ മുറിക്കും. ഇത് വൈകുന്നേരം എല്ലാ വീട്ടിലും ഇത് ശീലമാക്കിക്കോ കേട്ടോ. എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടില്ലെന്ന് വിചാരിക്കേണ്ട, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങോട്ട് പിടിക്കാവോ? ഓക്കെ, ടേസ്റ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉണ്ടാക്കുന്ന ആളുടെ എക്സ്പ്രഷൻ. വെറൈറ്റി ഫുഡും വെറൈറ്റി എന്തുണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ചിക്കനിലെ വെറൈറ്റി ഉണ്ടാക്കണേ. എനിക്ക് എണ്ണ കഴിച്ചുകൂടാ. അപ്പം എണ്ണ ഇല്ലാതെ എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം? ചിക്കൻ ഫ്രൈയാ? അമ്മേ, വല്ലാത്തൊരു ടാസ്ക് ആണല്ലോ. അത് ടാസ്കൊന്നുമല്ല, എനിക്കതാണ് ഇഷ്ടം. അപ്പം ശരി, ഞാൻ പോയി ഇനി ജാറൊക്കെ എടുത്തിട്ട് വരാം. വീണ്ടും രണ്ടടൈം, പിന്നെയും രണ്ട കുരുമുളക് പൊടിയാണ് ഇടുന്നത്. നുള്ള് ഒന്ന് നുള്ളി, അടുത്തത് ഒന്ന് നുള്ളി കഴിഞ്ഞാൽ വെള്ളം. ഓക്കെ, ഇനി വെള്ളം ഒഴിച്ച് അടിക്കൂലേ? വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടിച്ച് നൈസാക്കി അടിച്ചോണ്ട് പോവാ. പോയി ക്യാമറ വുമൺ കൂടെ വരണോ? ക്യാമറ കൂടെ ചാടണോ? ക്യാമറ കൂടെ ചാടണം, അതല്ലേ ഹീറോയിസം.
തന്നെ പിടിക്കായിരുന്നു. ശരിക്കോ ഒരുപാട് അടുത്ത് കൊണ്ടുവന്നല്ലേ എൻ്റെ ക്യാമറ വരെ പിടിച്ചോ. കുറച്ചുകൂടെ അങ്ങനെ കുറച്ച് മുകളിലോട്ട് പിടിച്ചോ. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ എന്താണ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് ഒഴിക്കുന്നത് കാണാം. പിന്നെ ഇത് നിങ്ങൾ ശീലമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജ്യൂസ് ഒഴിക്കുന്നത് കാണിക്കാവേ. നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് വെച്ചെന്ന് തോന്നല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ളം കുറച്ച് വരും. ഒത്തിരി വെള്ളം പറ്റി കൊടുക്കണം വേണ്ടേ? ഇങ്ങനെ ഇരിക്കണോ? 3 ഗ്ലാസിന് വേണ്ടി ചെയ്തെങ്കിലും ഒരു 2.5 ഗ്ലാസ് ചേർക്കാമായിരുന്നു. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ്. ജ്യൂസ് 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 മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കൊമ്മട്ടിക്ക ജ്യൂസ്. ഇത് കൊമ്മട്ടിക്ക ജ്യൂസ് അല്ല, ഇതാണ് കൊമ്മട്ടിക്ക കറിയല്ലേ? അതെങ്ങനെ കൊമ്മട്ടിക്ക? എനിക്കും അറിയില്ല, ഞാൻ കുടിക്കാൻ പോവേണേ. ഷുഗർ രോഗികളെ ഇതിലേ, BP ഉള്ളവരെ ഇതിലേ, കൊളസ്ട്രോൾ ഉള്ളവരെ ഇതിലേ, കൊഴുപ്പുള്ളവരെ ഇതിലേ, സ്നേഹമുള്ളവരെ ഇതിലേ. ആസ്വദിച്ച് എന്നെ കുടിക്കാൻ പറ്റും കേട്ടോ, ഒരു കുഴപ്പമില്ല. കുറച്ചുകൂടെ വെള്ളം ആവായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെയൊക്കെ അടിച്ചപ്പോഴും ഇച്ചിരി കട്ടിയായിരുന്നു. മിനിഞ്ഞാത്തത് സൂപ്പറാണ്, സൂപ്പർ. ഇനി ഇത് നിങ്ങൾ എത്ര സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എത്ര ഫോളോവേഴ്സ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ചെയ്ത് നോക്കണേ. ഇതേ ഷുഗറിന് നല്ലതാണ്, കൊളസ്ട്രോളിന് നല്ലതാണ്, BP നല്ലതാണ്, തൈറോയിഡിന് നല്ലതാണ്, വയറിലെ ദഹനത്തിനും ശോധനയ്ക്കും നല്ലതാണ്. ഇത്രയാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. ഈ ജ്യൂസ് കൊണ്ട് ഇത്രയും ഗുണങ്ങളുണ്ട്. BP കൂടുതലുള്ളവർ ഉപ്പ് കുറച്ച് ഇടുക എന്നാണ് പറഞ്ഞത്. ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രം ഒരു കുറച്ച് ഉപ്പ് ഉപയോഗിക്കാന്നാണ് പറഞ്ഞാൽ. BP കൂടുതലുള്ളവർക്ക് ഈ BP, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, പിന്നെ ദഹന സംബന്ധമായ വയറ് സംബന്ധമായ അസ്വസ്ഥതകൾ എല്ലാം പരിഹരിക്കാൻ ഇത് ഒരാഴ്ച കണ്ടിന്യൂ കുടിക്കുക, രാത്രി ഓരോ ഗ്ലാസ്. അതാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ അതേപോലെ ചെയ്തു, ഒരാഴ്ച കൊണ്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ 3ാമത്തെ ദിവസമാണ് ഇത് ചെയ്യുന്നത്. 3ാമത്തെ ദിവസം ജ്യൂസാണ് ഇപ്പൊ വീഡിയോ എടുത്തത്. ഇനി വീണ്ടും നമ്മൾ ഒരാഴ്ച അല്ല, നമ്മളത് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം. കാരണം നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അതായത് അത്താഴം ഒരു ജ്യൂസിൽ ഒതുക്കുക. പിന്നെ 4 മണിക്ക് ചായയോടൊപ്പം എന്തെങ്കിലും കഴിക്കണം കേട്ടോ, എന്നാലേ രാത്രി കഴിക്കാൻ പറ്റുള്ളൂ. ചിക്കൻ ഫ്രൈ അല്ല, ചിക്കൻ ഫ്രൈ ഒന്നും അല്ല. നമ്മൾ ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് കഴിച്ച് കുറേ വെജിറ്റബിൾസ് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പം നമുക്ക് നല്ലതാണ് വെജിറ്റബിൾസ് കഴിക്കുന്നത്, നമുക്ക് എന്തുകൊണ്ട് നല്ലതാണ്. അതേ പക്ഷം കാക്കച്ചി രാത്രിയാണെങ്കിൽ പഴം എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഷുഗറുണ്ട്, എനിക്ക് പഴം കഴിക്കാൻ പറ്റില്ല, എനിക്ക് വിശക്കൂലേ. അപ്പോൾ കുറേ ഗുളികകളുമുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ ചെറിയ പ്രായത്തിൽ എനിക്ക് ഈ രോഗങ്ങൾ എങ്ങനെ പിടിപെട്ടു? ഞാനൊരു കൊച്ചു കുട്ടിയല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നെ കണ്ടപ്പോൾ? ഞാനൊരു വയസ്സായ ആളായിട്ടാണ് തോന്നുന്നത്? ആണോ? അല്ല, 22 വയസ്സൊക്കെ എങ്ങനെ വയസ്സാവുന്നതാണ്? അതാണ് 22 വയസ്സ് മാത്രമുള്ള ഒരു പാവം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കട്ടാ. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്താൽ മതി. ഫേസ്ബുക്കിൽ കാണുന്ന ഫോളോവേഴ്സിന് ഒരുപാട് സ്നേഹം, യൂട്യൂബിൽ കാണുന്ന ഫോളോവേഴ്സിന് ഒരുപാട് സ്നേഹം, ഇൻസ്റ്റയിൽ കാണുന്ന ഫോളോവേഴ്സിന് ഒരുപാട് സ്നേഹം, എല്ലാവരും ഒരുപാട് സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. ടാറ്റാ.